ടു സൈലം ലേണിംഗ്. സോ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ തുടങ്ങി അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന് മിസ്സിന് അറിയാം. സോ മാത്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ഒരു ചോദ്യം എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നാസിയ 2 രൂപ വീതം വിലയുള്ള 3 പെൻസിലും 5 രൂപ വീതം വിലയുള്ള 4 പേനയും വാങ്ങി. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ നാസിയ കുട്ടി വാങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. 2 രൂപ വീതം വിലയുള്ള 3 പെൻസിൽ അല്ലെ. ഒരു പെൻസിലിന് എത്രയാടാ? ഒരു പെൻസിലിന് 2 റുപ്പീസ് ആണ്. 2 രൂപയാണ് ഒരു പെൻസിലിന്റെ വില. അങ്ങനെയെങ്കിൽ 3 പെൻസിലുകളാണല്ലോ വാങ്ങിയത്. 3 പെൻസിൽസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എത്ര രൂപയായിരിക്കും? അതേ 2 + 2 + 2. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? 2 × 3 2 × 3 എത്രയാണ്? 6 റുപ്പീസ്. 6 രൂപയാണെന്ന് കിട്ടി. ഇനി അടുത്തതോ, 5 രൂപ വീതം വിലയുള്ള 4 പേനയും വാങ്ങിയില്ലേ. ഒരു പെന്നിന്റെ വില എത്രയാണ്? 1 പെൻ = 5 റുപ്പീസ്. 5 രൂപയാണ്. അങ്ങനെയെങ്കിൽ 4 പേനകൾ 4 പെൻസിന്റെ വില എത്രയാണ്? 4 പെൻസിന്റെ വില എന്ന് പറയുമ്പോൾ 5 × 4 which is equal to 20. 20 രൂപയാണ് 4 പേനകളുടെ വില. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കണ്ടേ? കടക്കാരന് 50 രൂപ 50 റുപ്പീസ് ആണ് നമ്മളുടെ കടക്കാരന് കൊടുത്തത്. അവൾക്ക് എത്ര രൂപ ബാക്കി കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അല്ലേ. അപ്പൊ ആകെ എത്ര രൂപയാണ് ആയത്? ആകെ 20ഉം 6ഉം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. 20ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ ആ ടോട്ടൽ എത്രയായി എന്നുള്ളത് നമുക്ക് കിട്ടും. സോ 0 + 6 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 2 ആണ്. 26 രൂപ അല്ലെ. 26 റുപ്പീസ് ആണ്. ഇനി എന്താ ചോദിച്ചത്? കടക്കാരന് 50 രൂപയാണ്. 50 റുപ്പീസ് ആണ് കടക്കാരന് ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ബാക്കി കിട്ടുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. സോ 50ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 50ൽ നിന്ന് നമ്മൾ 26 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റൂലേ. ഇവിടെ 10 ആയി, ഇവിടെയോ 4 ആയില്ലേ. 10ൽ നിന്ന് 6 കുറച്ചാൽ 4, 4ൽ നിന്ന് 2 കുറച്ചാലോ 2. സോ 24 രൂപയാണ് ബാക്കിയായിട്ട് നമുക്ക് കിട്ടുക. ഇതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ജാഫിർ 35 രൂപ വിലയുള്ള ഒരു കളിപ്പാട്ടവും അല്ലെ. ഒരു കളിപ്പാട്ടത്തിന് എത്രയാണ്? 35 രൂപ വില. അതുപോലെ 5 രൂപ വീതം വിലയുള്ള 3 പെൻസിൽ. ഒരു പെൻസിലിന് എത്ര രൂപയാണ്? ഒരു പെൻസിലിന് 3 രൂപയാണ്. അങ്ങനെയെങ്കിൽ 5 പെൻസിലുകൾക്ക് എത്ര രൂപയായിരിക്കും? 5 പെൻസിൽസിന് 3 × 5 is equal to 15 റുപ്പീസ്. 15 രൂപയായേ. അതുപോലെയോ 10 രൂപ വീതം വിലയുള്ള 3 പന്തുകൾ അല്ലെ. ഒരു പന്തിന് എത്രയാണ്? യെസ്, ഒരു ബോളിന് എത്ര രൂപയാണ് അറിയോ? ഒരു ബോളിന് 10 റുപ്പീസ് ആണ്. അങ്ങനെയെങ്കിൽ 3 ബോൾസിന് എത്ര രൂപയായിരിക്കും? 10 × 3 which is equal to 30 റുപ്പീസ് ആയിരിക്കും. 30 രൂപയായിരിക്കും 3 ബോളുകളുടെ വില. ഇനി അടുത്തതോ, അവന്റെ കൈവശമുള്ള 100 രൂപ ഇതിന് തികയുമോ എന്നാണ് നമ്മളുടെ ചോദ്യം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം അല്ലെ. 5ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ 10 ആണ്. 3ഉം 1ഉം 4, 4ഉം 1ഉം 5, 5ഉം 3ഉം എത്രയാണ്? 5 + 3 8 ആണ്. 80 റുപ്പീസ്. പക്ഷെ എത്ര രൂപ ഉണ്ട്? 100 രൂപ കയ്യിലുണ്ട്. അപ്പോ 80 രൂപ എന്താകും? തീർച്ചയായും 80 രൂപ തികയും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.